ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനോ സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ഇന്നലെ ഗിയർ വയർ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് പീസും അതുപോലെ തന്നെ ഒരു കമ്മലുമായിരുന്നു ഇന്നലത്തെ മേക്കിംഗ് വീഡിയോയിൽ ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഡ്രസ്സിനൊക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ബാംഗിൾസ് ആട്ടോ. അപ്പൊ ഈ ബാംഗിൾസിന്റെ ബേസുകൾ നമുക്ക് പല പല ബേസുകൾ കടകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ സൈസ് നോക്കിയിട്ട് വാങ്ങിക്കും. ഇപ്പൊ എൻ്റെ ഇരിക്കുന്നത് കുറച്ച് ചെറിയ സൈസാണ്, മീൻസ് കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു സൈസാണ്. അപ്പം ആ ഒരു സൈസ് വെച്ചിട്ട് നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടാണ് ഈ ഒരു ബാംഗിൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ഷോർട്സ് കണ്ടവർക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമായിരിക്കും എങ്ങനെയാണ് ആ ഒരു വീഡിയോ ആ ഒരു ബാംഗിൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ എന്തായാലും വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ ഇപ്രാവശ്യത്തെ വീഡിയോസിൽ ഞാൻ സബ്ടൈറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഇന്നലെ കൊടുത്ത എന്താന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയത്. പക്ഷെ അത് മലയാളത്തിലായിപ്പോയി. പിന്നെ എനിക്കത് ഒട്ടും മാറ്റാനും പറ്റിയില്ലായിരുന്നു. ഇന്നലത്തെ വീഡിയോസ് കണ്ടവർക്ക് അത് അറിയാമായിരിക്കും. ഇന്നലത്തെ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ഒരു ബാങ്കിളാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതും ഓണം സ്പെഷ്യൽ ആയിട്ടാണ്. നമുക്ക് പല പല ട്രിപ്പ് പട്ടുപാവാടയൊക്കെ വരുവാണെങ്കിൽ പല പല കളേഴ്സിൽ നമുക്ക് നല്ല ഗ്ലിറ്റർ ട്യൂബ് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ഗ്ലിറ്റർ ട്യൂബിൽ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ബാങ്കിൾ മേക്കിംഗ് വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് 1-2 സെക്കൻഡിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബാങ്കിൾ മേക്കിംഗ് വീഡിയോ ആണ്. അതിനിവിടെ ഞാനിവിടെ ബാങ്കിളിൻ്റെ ബേസും അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ബാങ്കിളിൻ്റെ ബേസ് ഇപ്പം ഞാൻ 2 ഗ്ലിറ്റർ ട്യൂബാണ് ഇവിടെ ഒട്ടിക്കുന്നത്. കാരണം അത്രയും സ്പേഷ്യസ് ആണ് ഈ ഒരു ബാങ്കിളിൻ്റെ ആ ഒരു സൈസ് എന്ന് പറഞ്ഞത്. സൈസല്ല ആ ഒരു ഇതെന്ന് പറഞ്ഞേക്കുന്നത്, വിട്ടെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഒരുപാട് ടൈപ്പ് ബാങ്കിൾ ബേസുകൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ എനിക്കാണെങ്കിൽ സൈസ് കുറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബാങ്കിൾ ബേസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് സൈസ് എങ്ങനെ നോക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ബാങ്കിളിൻ്റെ സൈസ് എന്ന് പറഞ്ഞേക്കുന്നത് 2.6 2.8 ആ ഒരു സൈസാണ്. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ വലിയവർക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറയുവാണെങ്കിൽ 2.6 2.8 ആ ഒരു സൈസൊക്കെ നിങ്ങൾ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഈ ഒരു ബാങ്കിളിൻ്റെ ബേസ് ഞാനാണെങ്കിൽ മോത്തിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ടും ഐറ്റംസ് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം നിങ്ങൾ ചോദിക്കില്ല എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉത്തരവായിട്ട് നേരത്തെ തന്നെ ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. കൂടുതൽ ഐറ്റംസ് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ വെളിയിലോട്ട് പോകുന്നത്. പിന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തെങ്കിലേ നമുക്കത് പറ്റത്തുള്ളൂ. അപ്പം താല്പര്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ ഗ്ലിറ്റർ ട്യൂബ് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല. ബാങ്കിളിൻ്റെ ബേസ് എടുക്കുക, അതുപോലെ തന്നെ ഗ്ലിറ്റർ ട്യൂബ് എടുക്കുക, എന്നിട്ട് പശ തൂത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ റൗണ്ട് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കാണെങ്കിൽ വയേർഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പല പല ഐഡിയാസ് ചെയ്ത് നോക്കുമ്പോഴാണ് പല ഐഡിയാസ് നമ്മളിങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരാളുടെ ഒരു ഐഡിയ തന്നെ നമ്മൾ ഫോളോ ചെയ്യാതെ ആ ഐഡിയയിൽ നിന്ന് നമുക്ക് എങ്ങനെ വേറൊരു ഐഡിയ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എങ്കിലേ നമുക്ക് ഈ ഒരു ഫീൽഡിലൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ 2 കളേഴ്സാണ് ഇവിടെ ചെയ്തു. ഇപ്പം നമുക്ക് പട്ടുപാവാടയുടെ കളറൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇപ്പം റെഡ് കളറിലെ പട്ടുപാവാടയാണെങ്കിൽ റെഡ് കളറിലെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് വള സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗ്രീൻ കളറിലെ ആണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുന്ന ഗ്ലിറ്റർ ട്യൂബ് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഗ്ലിറ്റർ ട്യൂബ് വേണം നിങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗ്ലിറ്റർ ട്യൂബിന് എന്തായാലും 1 മീറ്ററിനൊക്കെ ഏകദേശം എന്തായാലും 55 അത്രയൊക്കെ ഭയങ്കര റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ പണ്ട് എപ്പോഴോ ഞാൻ ഹെയർ ബോ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇവിടെ ഇരുന്ന് പോയതാണ്. അപ്പോൾ അത് വെച്ച് ഞാൻ സിമ്പിളായിട്ടൊരു വളയും കൂടെ നിങ്ങളെ ജസ്റ്റ് ചെയ്ത് കാണിക്കുകയാണ്. മിക്കവാറും എല്ലാവർക്കും ഈ ഒരു വളയുടെ മേക്കിംഗ് വീഡിയോ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പല ചാനലുകളിൽ ഈ ഒരു വളയുടെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റേതായ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പശ എന്ന് പറഞ്ഞേക്കുന്നത് ഫെവി ബോണ്ട് ആട്ടോ.
കാരണം എനിക്ക് ആ ഒരു പശയാണ് നല്ല രീതിയിൽ ഒട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഏത് പശയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ പശ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മേക്കിംഗ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പിങ്ക് കളറ് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ അമ്മയ്ക്കും ഒക്കെ ഇഷ്ടപ്പെട്ട ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരുടെ കയ്യിലൊക്കെ കൊച്ചു പിള്ളേരുടെ കയ്യിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അവർക്കും ഒരു സന്തോഷമാവുമല്ലോ. അപ്പോൾ റേറ്റൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് എത്ര ആകുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ റേറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടെ എന്തെങ്കിലും ഒരു ലാഭം കിട്ടത്തക്ക രീതിയിൽ വേണം നിങ്ങൾ റേറ്റും കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തന്നെ വിട്ടിരിക്കുകയാണ്. നിങ്ങളുടേതായ രീതിയിൽ നമുക്ക് റേറ്റൊക്കെ ഇടുക. അപ്പോൾ ഇതുപോലത്തെ ബാംഗിൾസ് ഒക്കെ കടയിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കടയിൽ ഞാൻ ഇതുപോലത്തെ ബാംഗിൾസ് ഒന്നും അധികം കണ്ടിട്ടില്ല. അപ്പം ഒരു ഷോപ്പിലും കിട്ടാത്ത ടൈപ്പിലുള്ള ബാംഗിൾസ് ആട്ടോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ബാംഗിൾസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം സെയിൽ നടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ആ ഒരു ബേസ് എടുക്കുക, പശ തൂത്തിട്ട് ഗ്ലിറ്റർ ട്യൂബ് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഒരു ബാംഗിളിന്റെ മേക്കിംഗ് വീഡിയോ ആട്ടോ. ഇപ്പൊ അല്ലാത്ത കുറച്ച് വലിയ തിക്കായിട്ടുള്ള ബാംഗിൾ ബേസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പല പല കളേഴ്സ് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നാളെയോ മറ്റന്നാളോ വല്ലതും ഞാൻ അപ്ലോഡ് ചെയ്യാം ബാംഗിൾസിൻ്റെത്. അപ്പൊ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പോയിക്കോട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു, ബൈ, സ്റ്റേ ഹാപ്പി. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.